ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ക്രിസ്തീയ ജീവിതമെന്ന പ്രോഗ്രാമിലേക്ക് നമുക്കൊരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ക്രിസ്തീയ ജീവിതമെന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ദൈവവചനത്തെ ധ്യാനിക്കുവാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചുരുക്കമായിട്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തെ ആസ്പദമാക്കി ആമേൻ 1-2 കാര്യങ്ങൾ വളരെ ചുരുക്കമായി ചിന്തിപ്പാനായിട്ടിടയുണ്ടായി. ആമേൻ. തുടർന്ന് നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 7-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തെ ആസ്പദമാക്കി ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാനമായ മറ്റൊരു കാര്യത്തെക്കൂടി ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. യഹോവയുടെ മന്ദിരം അത് ഒരു ആരാധനയുടെ മന്ദിരമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല അനുഭവത്തോടെ, വിശ്വസ്തമായ ഒരനുഭവത്തോടെ 7-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവയുടെ മന്ദിരം ഒരു ആരാധനയാണ് ക്രിസ്തീയ ജീവിതമെന്ന് യിരെമ്യാവ് യഹൂദ ജനത്തെ അറിയിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഈ വചനങ്ങളെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ആ ആരാധനകൾ മുഖാന്തരം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന മുഖാന്തരമുള്ള ആരാധന മുഖാന്തരം മനസ്സിന് സമാധാനവും സന്തോഷവും നൽകപ്പെടുന്നതായി വേദപുസ്തകം വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയപ്പെടുകയാണ്. എന്നാൽ അവിടെ ഈ യിരെമ്യാ പ്രവചനം നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ 7-4 വളരെ വ്യക്തമായി പറയുന്നതാണ്: യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. യഥാർത്ഥമായ ഒരു ആരാധന, വിശ്വസ്തമായ ആരാധന എന്ന് ആമേൻ മീഖായുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം നമ്മൾ പഠിക്കുമ്പോൾ മീഖ അവിടെ പറയപ്പെടുകയാണ്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവും ആയിരിക്കുന്ന ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും എന്നും, 2-ാം അധ്യായത്തിൽ വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം, അവർ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും അവൻ്റെ മതിലുകളിൽ, അവൻ്റെ വാതിലുകളിൽ ആമേൻ ആമേൻ നമുക്ക് പോകുകയും നടക്കുകയും ചെയ്യാമെന്നും പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടുമെന്ന് അവിടെ വ്യക്തമായിട്ട് പറയപ്പെടുകയാണ്. വിശ്വസ്തമായ ഒരു സ്നാനത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു ആരാധനയിൽ കൂടി ഒരു ക്രിസ്തീയ ജീവിതത്തെ അവിടെ വളരെ വ്യക്തമായിട്ട് ആമേൻ നമുക്ക് മീഖ വളരെ വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്നത് ആമേൻ അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുന്ന ജാതികൾ അതിലേക്ക് ഒഴുകി വരും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ വിളിച്ചു പറയുന്ന ഒരനുഭവമാണ്. എന്നെ കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് പിൻപിലോട്ട് പോകപ്പെടുന്ന ഓരോരോ വ്യക്തികളും അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുവാൻ മണവാളൻ വരപ്പെടുന്ന ആമൻ മണവാട്ടി സഭയിലേക്ക് തൻ്റെ ജനത്തെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുവാനിരിക്കുമ്പോൾ സകലരും ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് ഒഴുകി വരുന്ന ഒരു കാലഘട്ടം വരുവാൻ പോകുന്നു എന്നുള്ളതിന് മാറ്റമില്ല. അത് ഒഴുകി വരുന്ന കാലഘട്ടമാണ് മീഖ അവിടെ പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ മീഖ ആമൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് 7-ാം അധ്യായത്തിൽ യിരെമ്യാവ് വിളിച്ചു പറയുന്നത് വിഗ്രഹ ആരാധന, ദുർനടപ്പ് ഇതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമല്ല എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ വളരെ വ്യക്തമായി പറയപ്പെടുന്നു. എന്നാൽ 8-ാം വാക്യത്തിൽ യിരെമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ആമൻ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ മനുഷ്യൻ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ ലോകത്തിൻ്റെ വിഗ്രഹ ആരാധനകളിൽ ആശ്രയിച്ച്, ലോകത്തിലുള്ളതിൽ ആശ്രയിച്ച്
ക്രിസ്തീയ ജീവിതത്തെ തകർക്കുമ്പോൾ എന്നെ കേൾക്കപ്പെടുന്ന വചനത്തെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, ആത്മീക ബലമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമല്ലേ ഈ വചനം കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതം? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രമാണ് സമാധാനമുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സ്വസ്ഥതയുള്ളത്? എത്രയോ ആൾക്കാർ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിങ്ങളൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അനുഭവങ്ങളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞവരുണ്ട്. നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ തള്ളിക്കളഞ്ഞു, ഉറ്റ സ്നേഹിതർ നിങ്ങളെ തള്ളിക്കളഞ്ഞു, കൂട്ടുകാർ നിങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാലും നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളെ ഹല്ലേലൂയ, നിങ്ങളെ ഒരിക്കൽ പോലും ദേഷ്യവാക്കുകൾ കൊണ്ടുപോലും നിങ്ങളെ പതറിച്ചു കളയാത്ത ഒരു ദൈവമുണ്ട്, ആ സ്വർഗത്തിലെ ദൈവം. എന്നാൽ ഇവിടെ 8-ാം വാക്യത്തിൽ ആ പ്രയോജനമില്ലാത്ത വാക്കുകളിൽ നിങ്ങൾ ആശ്രയിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം തകർന്നല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? സമാധാനത്തോടെ ഒന്ന് അന്തി ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവത്തിലല്ലേ വ്യാജ വാക്കുകളിൽ നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിൽ നിങ്ങൾക്കൊരൽപ്പം സമാധാനം ലഭിക്കുന്നുവെങ്കിൽ, ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ, ഒരു വിശ്വസ്ത സ്നാനമേൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, ഈ വചനം കൊണ്ട് ഒരു രൂപാന്തരം നിന്റെ ഭവനത്തിൽ ലഭിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് മടങ്ങി വരവ് ആസന്നമായിരിക്കുകയാണ്. വചനം ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ദൈവ പൈതലെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മടങ്ങി വരവ് ആസന്നമായിരിക്കുകയാ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ദൈവകൃപയിൽ നീ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദുർനടപ്പിലേക്കോ വിഗ്രഹാരാധനയിലേക്കല്ല, വ്യാജ വാക്കുകളല്ല. അതാണ് ഇരമ്യാവ് അവിടെ വളരെ വ്യക്തമായി 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുകയാ. വ്യാജ വാക്കുകൾ കൊണ്ട് ഇന്ന് പലരും ലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയപ്പെടുകയാണ്. എന്നാൽ ഇന്ന് ഹല്ലേലൂയ, 10-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? ആലയത്തിൽ പോകുന്നു, ക്രിസ്തീയ ജീവിതം ബലപ്പെടുത്തുന്നു, പക്ഷേ മനുഷ്യൻ്റെ മ്ലേച്ഛതകൾക്ക് മാത്രം മാറ്റം വരുന്നില്ല. അതൊരു ക്രിസ്തീയ ജീവിതമാണോ? ഈ വചനം കൊണ്ടൊരു രൂപാന്തരം, അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതില്ല. ഒരു ക്രിസ്തീയ ജീവിതം ഒരു വിശ്വസ്തമായ സ്നാനത്തിൽ കൂടി, ഒരു രൂപാന്തരത്തിൽ കൂടി, ഒരു ആത്മീയ ബലത്തിൽ കൂടി നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഒരു രൂപാന്തരം നമ്മളിലേക്ക് മടങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, രൂപാന്തരം പ്രാപിക്കപ്പെടണം, രൂപാന്തരം പ്രാപിക്കപ്പെടണം വിശ്വസ്തമായ ഒരനുഭവത്തിൽ. അതാണ് ഇവിടെ മീഖ പറഞ്ഞത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുന്ന ജാതികൾ അതിലേക്ക് ഒഴുകി വരണം. ഈ പോകുന്ന പോക്കല്ല, അന്ത്യകാലത്തിൽ സകല ജനവും കർത്താവിൻ്റെ പാദപീഠത്ത് ഒഴുകി വരും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ ആലയങ്ങളിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഒരാലയമല്ല, ഹല്ലേലൂയ, നിറഞ്ഞു കവിയുന്ന ഒരാലയം. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തുവാൻ കഴിയാതെ വണ്ണമുള്ള പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വലിയ ഒരു നദി, നിറഞ്ഞു കവിയുന്ന നദി സകല സഭകളിലേക്കും വരുന്ന ആളുകളിൽ കർത്താവ് ഒഴുകുന്ന അനുഭവങ്ങളിൽ കൂടി ചില നദികൾ സഭകൾക്കകത്തിറങ്ങി വരും. കാരണം എന്തെന്നറിയാമോ? ഇത് അന്ത്യകാലത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ, അന്ത്യകാലത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, ഹല്ലേലൂയ, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. ഇന്ന് വ്യാജ വാക്കുകൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിക്കുന്ന ഒരനുഭവമാണ് കാണപ്പെടുവാൻ കഴിയുന്നത്. സുവിശേഷത്തെ തെറ്റിപ്പിക്കുന്ന വ്യാജ വാക്കുകൾ കൊണ്ട് പലരെയും ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളയുന്ന വ്യാജ വാക്കുകൾ കൊണ്ട് തെറ്റിപ്പിക്കുമ്പോൾ, ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ ഹൃദയത്തിനകത്ത് ഒരു രൂപാന്തരം, ഈ വചനം കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തൊരു രക്ഷ, ഈ വചനം കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തൊരു മാനസാന്തരം, ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം എന്ന പ്രോഗ്രാം ഹല്ലേലൂയ ഒരിക്കലും നിനക്ക് നഷ്ടമല്ല.
ഇത് കേൾക്കപ്പെടുമ്പോൾ ഹൃദയത്തിനകത്തൊരു വലിയ രക്ഷയുടെ മാർഗം, അനുഗ്രഹത്തിൻ്റെ മാർഗം, ആമൻ സന്തോഷം തരുന്ന വചനങ്ങളാണ്. ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആമൻ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആമൻ ഹല്ലേലൂയ ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് ഒന്ന് നോക്കുവിനെന്ന് 12-ാം വാക്യത്തിൽ ഇരമ്യാവ് പറയപ്പെടുകയാണ്. 7:12 വചനങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തീയ ജീവിതം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. 27 വർഷക്കാലത്തെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ജീവിതം വച്ച് ഈ പ്രോഗ്രാം ചെയ്യുവാൻ തന്നെ ദൈവം എന്നെ സ്നേഹത്തോടെ കർത്താവ് എനിക്ക് പ്രോഗ്രാം ചെയ്യുവാനുള്ള അവസരം നൽകിയപ്പോൾ ഈ പ്രോഗ്രാം തന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ അനുഭവത്തിൽ കൂടി നിന്നുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. ലോകത്തിൽ ദുഷ്ടത നിറയപ്പെട്ട ഒരു ലോകത്തിൽ ഞാൻ ജീവിക്കപ്പെട്ടവനാണ്. വിഗ്രഹത്തെ തിരഞ്ഞു നടന്നവനാണ് ഞാൻ. വിഗ്രഹ ആരാധനയിൽ മുൻതൂക്കം കൊടുത്തവനാണ് ഞാൻ. വിഗ്രഹത്തെ സ്നേഹിച്ചവനാണ് ഞാൻ. പക്ഷേ ഇന്നോ എനിക്കൊന്ന് മനസ്സിലായി, വിഗ്രഹത്തെ സ്നേഹിച്ചാൽ എനിക്കൊന്നും ലഭിക്കത്തില്ല, വിഗ്രഹത്തെ ആരാധിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല. പക്ഷേ ഒന്ന് എനിക്ക് മനസ്സിലായി, അവർക്ക് നമ്മോട് സംസാരിപ്പാൻ കഴിയത്തില്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചപ്പോൾ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു ദൈവം. ആമേൻ ഹല്ലേലൂയ. ഇവിടെ വ്യാജ വാക്കുകളാണ് വിഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കപ്പെടും. വിഗ്രഹത്തെ സേവിക്കുന്നവർ വ്യാജ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർ തരുന്നതോ സന്തോഷവും സമാധാനവും തരുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് മീഖ പ്രവചിച്ചത്, അതിലേക്ക് ഉന്നതവും ആയിരിക്കുന്ന ജാതികൾ അതിലേക്ക് ഒഴുകി വരും. ദൈവ ആലയത്തിലേക്ക് ഒഴുകി വരുന്ന ജനം. അന്ത്യകാലത്തിൽ ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെടാതെ ഇരിക്കത്തില്ല. സകലതരും മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ഒരു ആത്മീക ഒഴുക്ക് വരും നാളുകളിൽ ബലപ്പെടുമ്പോൾ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ത്യകാലത്തിൽ ഒഴുക്കിൻ്റെ ഒരു അനുഭവം. ആത്മീയ ഒഴുക്കാണ്, ഭൗതിക ഒഴുക്കല്ല. ആത്മീക ഒഴുക്ക് അത് അനേക ആയിരങ്ങളിലേക്ക് വെളിപ്പെട്ട് വരുമ്പോൾ ജനം കർത്താവിൻ്റെ നാമത്തെ സ്തോത്രത്തോടെ വിളിച്ചു പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. അതിന് മാറ്റമില്ല. അതുകൊണ്ട് ഇരമ്യാവ് വിളിച്ചു പറയുന്ന ഈ വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അനുഗ്രഹമാണ്. അത് 11-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അതങ്ങനെ തന്നെ തോന്നുന്നു. അതെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ ആലയം എപ്പോഴും വിശുദ്ധ ജനത്തിൻ്റെ ആരാധനാലയമാക്കി തീർക്കപ്പെടണം. അവിടെ ദൈവ ആലയത്തിൻ്റെ സ്നാനമേറ്റുകൊണ്ട് ആത്മാവിൻ്റെ ബലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശുദ്ധ സ്നാനത്തോടെ ഒഴുക്കിൻ്റെ അനുഭവത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ക്രിസ്തീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം. കുടുംബമായി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതിനായി കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ ദൈവം ഒരുക്കട്ടെ. വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരട്ടെ. ആത്മാവിൻ്റെ വലിയ കൃപ ഈ വചനം കേൾക്കപ്പെടുന്ന വ്യക്തികളിലേക്ക് പകരട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ മൂടാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗത്തിലെ കർത്താവേ, ഈ നല്ല ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വലിയ കരം കർത്താവേ ഈ വചനം കേൾക്കപ്പെട്ട പ്രിയപ്പെട്ടവരിലേക്ക് വ്യാപരിക്കട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ക്രിസ്തീയ ജീവിതത്തിലെ നന്മകൾ എന്താണെന്ന് ഈ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കട്ടെ. കർത്താവേ, ആരും നശിച്ചു പോകുവാനല്ല കർത്താവേ, ഇവരെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ, പുതുക്കം പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഓരോ വ്യക്തികളെയും പ്രോഗ്രാം കാണപ്പെടുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവനാമത്തിൽ വചനം കൊണ്ടവരെ തൃപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.